വൻ പ്രചാരണം നടന്നിട്ടും പാലക്കാട് പോളിംഗ് കുറഞ്ഞതിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ആശങ്ക. പോളിംഗ് കുറഞ്ഞത് ബാധിക്കില്ലെന്ന് മൂന്ന് മുന്നണി നേതൃത്വങ്ങളും അവകാശപ്പെടുന്നുണ്ടെങ്കിലും തങ്ങളുടെ വോട്ടുകളിൽ ചോർച്ചയുണ്ടായോ എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് മുന്നണികൾ. ശക്തി മേഖലകളിൽ നിന്ന് വോട്ട് ചോർച്ച ഉണ്ടായോ എന്ന പരിശോധനയിലേക്കും കണക്കെടുപ്പിലേക്കും കടക്കുകയാണ് നേതൃത്വങ്ങൾ. ഇതിനിടെ പതിവ് പോലെ പാലക്കാട് വോട്ട് കച്ചവട ആരോപണ സാധ്യതയുമുണ്ട്. TG സജിത്ത് ചേരുന്നു പാലക്കാട് നിന്ന്. സജിത്ത്, ഈ പാലക്കാട് ഒരു ഇളക്കി മറിച്ച പ്രചാരണമായിരുന്നല്ലോ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം മുതൽ തന്നെ. അതിനിടെ ഒരുപാട് വിഷയങ്ങൾ ചർച്ചയാവുകയും ചെയ്തു. പക്ഷേ ഇതൊന്നും പോളിംഗിലേക്ക് സ്വാധീനിക്കുന്ന തരത്തിൽ എത്തിയില്ല എന്നാണ് ആ കണക്കുകൾ വ്യക്തമാക്കുന്നത്. പക്ഷെ അപ്പോൾ പോലും നഗരങ്ങളിലും ഗ്രാമങ്ങളിലും കാര്യമായിട്ടുള്ള വ്യത്യാസം പോളിംഗ് നിരക്കിൽ ഇല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. എങ്ങനെയാണ് മുന്നണികൾ ഇതിനെ വിലയിരുത്തുന്നത്? പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് വലിയ ആശയക്കുഴപ്പം മുന്നണി നേതൃത്വങ്ങളിലെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യം തർക്കമില്ല. കാരണം അത് ആ തരത്തിൽ എങ്ങനെ അത് തങ്ങളെ ബാധിക്കുമെന്ന കാര്യത്തിൽ കണക്കെടുപ്പ് പൂർണ്ണമായിട്ടുമില്ല. എന്തായാലും കണക്കെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. അവലോകന യോഗം രാവിലെ തന്നെ എല്ലാ മുന്നണി നേതൃത്വങ്ങൾ ചെയ്യുന്നുമുണ്ട്. അത്തരത്തിലേക്ക് പോവുകയാണ്. ഇനി പ്രധാന കക്ഷി നേതാക്കളുടെ സാഹചര്യങ്ങളും സാധ്യതകളും അവരെങ്ങനെ വിലയിരുത്തുന്നു എന്ന് നോക്കാം. BJP ഇത്തവണ വിജയപ്രതീക്ഷയാണ്. 5000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറുമെന്ന് തന്നെയാണ് BJP കരുതുന്നത്. മൊത്തം പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിലും നഗരമേഖലകളിൽ തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ കനത്ത പോളിംഗ് 80%-ലധികം പോളിംഗ് നടന്നിട്ടുണ്ട്. ഇതാണ് BJPയുടെ അവകാശവാദത്തിന് കാരണം. അവർ രണ്ടാം സ്ഥാനത്ത് എത്തുമെന്ന് കരുതുന്നത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷം രണ്ടാം സ്ഥാനത്ത് എത്തുന്നു എന്നത് UDFന് വലിയ വോട്ട് ചോർച്ച ഉണ്ടായി എന്നതാണ് BJPയുടെ കണക്കൂട്ടൽ. അതിന് കാരണമായി അവർ കാണുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണ UDFനെ പിന്തുണച്ചില്ല എന്നതാണ്. അതിനൊപ്പം തന്നെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷത്തിന്റെ ഒരു വിഭാഗം വോട്ടുകൾ UDFന് അനുകൂലമായി പോയിട്ടുണ്ടെങ്കിൽ ഇത്തവണ അത് സംഭവിച്ചിട്ടില്ല. അത് ഇടതുപക്ഷത്ത് തന്നെ പോളിയപ്പെട്ടു. അങ്ങനെ 40,000 വോട്ടുകൾ ഇടതുപക്ഷം സമാഹരിക്കുമെന്ന് BJP തന്നെ കണക്കൂട്ടുന്നു എന്ന സാഹചര്യമാണ്. ഇത്തവണ BJPയുടെ കണക്കെടുപ്പ് ഇങ്ങനെയാണ്. 5000 വോട്ടിൽ പരം വോട്ടുകൾക്ക് തങ്ങൾ വിജയിച്ചു കയറും. നഗരമേഖലകളിലടക്കം കനത്ത പോളിംഗ് അനുകൂലമായി. അതേസമയം മറ്റും UDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ അവർക്ക് വോട്ട് ചോർച്ച ഉണ്ടായിട്ടുമുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷം രണ്ടാമതും മൂന്നാം സ്ഥാനത്തേക്ക് UDF പിന്തള്ളപ്പെടും. BJP അങ്ങനെ കണക്കെടുക്കുന്നു. അതേസമയം UDF 10,000 വോട്ടിന്റെ ഭൂരിപക്ഷം തന്നെയാണ് അവരുടെ കണക്കെടുപ്പിൽ വരുന്നത്. എല്ലാ അനുകൂല ഘടകങ്ങളും ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥിയും അനുകൂല ഘടകമായി. സ്ഥാനാർത്ഥിക്കെതിരെ നെഗറ്റീവ് വോട്ട് ഉണ്ടാകുമോ എന്ന ഭയമുണ്ടായിരുന്നെങ്കിൽ കൂടിയും അത് പ്രവർത്തിച്ചിട്ടില്ല. ഒപ്പം സന്ദീപ് വാര്യരുടെ കൂറുമാറ്റം അടക്കമുള്ള ഏറ്റവും അനുകൂല സാഹചര്യങ്ങൾ കൂടുതൽ ന്യൂനപക്ഷ വോട്ടുകളെ ചേർത്ത് നിർത്തി എന്ന് തന്നെ അവർ കരുതുന്നു. കണ്ണാടി പഞ്ചായത്തിൽ പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. അത് CPM വോട്ടുകളുടെ നഷ്ടമായി കോൺഗ്രസ് കണക്കുകൂട്ടുകയും ചെയ്യുന്നു. അതുകൊണ്ട് 10,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം തന്നെയാണ് കോൺഗ്രസിന്റെ കണക്കെടുപ്പിലും വരുന്നത്. അതേസമയം CPM കണക്കെടുപ്പിൽ അവർ പുറമേക്ക് വിജയം അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇത്തവണ രണ്ടാം സ്ഥാനത്തേക്ക് എത്തും എന്നതാണ് CPMന്റെ യഥാർത്ഥ കണക്ക്. അവർ അവകാശപ്പെടുന്നത് എങ്ങനെയാണ്? ഇത്തവണ രണ്ടാം സ്ഥാനത്തേക്ക് CPM കടന്നുവരും. അതേസമയം UDFന്റെ വിജയ സാധ്യത തന്നെയാണ് അവരുടെ ആഭ്യന്തര കണക്കെടുപ്പിൽ ഉണ്ടാവുന്നത്. 40,000-ലധികം വോട്ടുകളുടെ സമാഹരണം, ഇടതുപക്ഷ വോട്ടുകളുടെ ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം സരിൻ കൂടുതൽ വോട്ടുകൾ സമാഹരിച്ചെങ്കിൽ, സരിൻ എന്ന സ്ഥാനാർത്ഥി കൂടുതൽ വോട്ടുകൾ സമാഹരിച്ചെങ്കിൽ ഒരുപക്ഷെ അത് വിജയത്തിലേക്ക് എത്താനുള്ള സാധ്യതയും ഇടതുപക്ഷ കേന്ദ്രങ്ങൾ തള്ളിക്കളയുന്നില്ല. മൂന്നാം സ്ഥാനത്തേക്ക് ഇത്തവണ BJP പിന്തള്ളപ്പെടുമെന്നതാണ് ഇടതുപക്ഷത്തിന്റെ കണക്ക്. ഈ തരത്തിലുള്ള കണക്കെടുപ്പുകളാണ് പ്രാഥമികമായി മുന്നണി നേതൃത്വങ്ങൾ നടത്തിയിട്ടുള്ളത്. പക്ഷേ എല്ലാവരെയും കുഴയ്ക്കുന്ന ഒരു വിഷയം പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവാണ്. കാരണം ഇത്ര വലിയ പ്രചരണം നടന്നിട്ടും പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതെന്തു സംഭവിച്ചു എന്ന ചോദ്യമാണ്. മൂന്ന് മുന്നണി നേതൃത്വങ്ങളും തങ്ങളുടെ വോട്ടുകളെ പോളിംഗ് ബൂത്തുകളിൽ എത്തിച്ചു എന്ന് അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അവരുടെ കണക്ക് നമുക്ക് വിശ്വസിക്കണമെങ്കിൽ പോളിംഗ് ശതമാനം വർദ്ധിക്കണമായിരുന്നു. ആ വർധനവ് രേഖപ്പെടുത്തിയിട്ടുമില്ല. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന തുടർ കണക്കെടുപ്പിലെ വ്യക്തത വരികയുള്ളൂ. എന്തായാലും പ്രവചനാതീതം എന്ന രാഷ്ട്രീയ സാഹചര്യമാണ് പാലക്കാടിന്റെ ഇതുവരെയുള്ള പൊതുചിത്രം. അത് അങ്ങനെ തന്നെ തുടരുകയും ചെയ്യുകയാണ്. രാഷ്ട്രീയ വിവാദത്തിൽ ഒട്ടും കുറവ് വന്നിട്ടില്ല. വോട്ട് കച്ചവട അടക്കമുള്ള ആരോപണങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ ഉയർന്നു വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ UDF നേതൃത്വം ഷാഫി പറമ്പിലും ഒപ്പം തന്നെ VK ശ്രീകണ്ഠനും അടക്കമുള്ളവർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. UDFന്റെ പ്രതീക്ഷകളും രാഷ്ട്രീയ തുടർ തന്ത്രങ്ങളും എന്താണെന്ന കാര്യത്തിലും നമുക്ക് വ്യക്തത ഉണ്ടാകും. സജിത്ത്, ഈ കണ്ണാടി പഞ്ചായത്തിലാണ് കഴിഞ്ഞ തവണത്തെ നോക്കുകയാണെങ്കിൽ 78.45 കണ്ണാടി പഞ്ചായത്തിലെ പോളിംഗ് ശതമാനം. ഇക്കുറി അത് 70.34. അതായത് 8% പോളിംഗ് കുറഞ്ഞതായി ഗണ്യമായിട്ടുള്ളൊരു കുറവ് രേഖപ്പെടുത്തുന്നു. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ വലിയ വ്യത്യാസം ഇല്ലാതാനും. അപ്പോൾ ഈ കണ്ണാടി പഞ്ചായത്തിൽ എന്ത് സംഭവിച്ചു എന്നാണ് കരുതുന്നത്?
എൽദോ കഴിഞ്ഞ 2021 അപേക്ഷിച്ച് 5% പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായി എന്നതാണ് മണ്ഡലത്തിന്റെ പൊതുചിത്രം. എന്നാൽ അധിക 3% കുറവ് കണ്ണാടി പഞ്ചായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു പക്ഷേ ഏറ്റവും അധികം ഇരട്ട വോട്ടുകൾ ചേർക്കപ്പെട്ടു എന്ന ആക്ഷേപം ഉണ്ടായിരുന്ന ഇടമാണ് കണ്ണാടി പഞ്ചായത്ത്. ഒരുപക്ഷെ ഈ ചേർക്കപ്പെട്ട ഇരട്ട വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടാവാം ആ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക എന്നതാണ് പൊതുവിൽ പറയുന്ന ഒരു കാര്യം. പക്ഷേ അത് ഏതെങ്കിലും കക്ഷിക്ക് അനുകൂലമോ പ്രതികൂലമാവുമോ എന്ന ഒരു വിലയിരുത്തലിലേക്ക് പോവാൻ സമയമായിട്ടില്ല താനും. കണ്ണാടി പഞ്ചായത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷത്തിന് സിപിഎമ്മിന് വലിയ സ്വാധീന മേഖലയാണ്. അങ്ങനെയെങ്കിൽ ആ വോട്ട് കുറവ് വന്നത് ആരെ സ്വാധീനിക്കുമെന്നതിലും കണക്കെടുപ്പ് പ്രത്യേക പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. നഗരമേഖലകളിൽ കനത്ത പോളിംഗ് ഉണ്ടായിട്ടുണ്ട്. തങ്ങളെ അനുകൂലിക്കുമെന്ന് ബിജെപി അവകാശപ്പെടുന്നതിന്റെ കാരണം അവരുടെ മേഖലകളിൽ അത്തരത്തിൽ പോളിംഗ് നടന്നു എന്നതാണ്. പക്ഷേ കോൺഗ്രസ് കണക്കെടുപ്പിൽ അവർ പറയുന്നത് തങ്ങളുടെ വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു, സംഘടനാ സംവിധാനം ഏറ്റവും ഫലപ്രദമായി വർക്ക് ചെയ്ത ഇടമാണ് എന്നതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന വാദം. എന്തായാലും ഈ കണക്കെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ മുന്നണി നേതൃത്വങ്ങൾ നടത്തുന്ന അവകാശവാദം അത് കോൺഗ്രസ് 10,000 ഭൂരിപക്ഷവും ബിജെപി ഒരു 5,000-ൽ പരം ഭൂരിപക്ഷവുമാണ്. ഒരുപക്ഷെ അനുകൂല ഘടകങ്ങൾ ഏറ്റവും അനുകൂലമായി വർക്ക് ചെയ്താൽ വിജയിച്ചു കയറാമെന്ന് ഇടതുപക്ഷത്തിന്റെ കണക്കെടുപ്പും വരുന്നുണ്ട്. പക്ഷേ ഈ കണക്കെടുപ്പ് പൂർണ്ണമല്ലാത്തതിന്റെ കാരണം പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവാണ്. എല്ലാ മുന്നണി നേതൃത്വങ്ങളും പ്രതീക്ഷിച്ച പോളിംഗ് ശതമാനം വർധനവുണ്ടാകുമെന്നാണ്. നമ്മൾക്കറിയാം, ഇന്നലെ പോളിംഗ് അവസാനിക്കുന്നതിന്റെ അവസാന 2 മണിക്കൂറുകൾ പോലും പ്രധാന സ്ഥാനാർത്ഥികൾ പോലും ന്യൂസ് 18 പങ്കുവച്ച അഭിപ്രായവും പ്രതീക്ഷയും പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേതിനൊപ്പമോ അതിന് മുകളിലേക്ക് ഉയരുമെന്നതാണ്. പക്ഷേ സംഭവിച്ചിട്ടില്ല അതെന്നതാണ്. ഇനി കൂട്ടിച്ചേർക്കാനുള്ളത് പോസ്റ്റൽ വോട്ടുകൾ മാത്രമാണ്. ആ പോസ്റ്റൽ വോട്ടുകളുടെ അല്പം കൂട്ടിച്ചേർക്കൽ കൂടി ചേരുമ്പോൾ ഒരുപക്ഷെ 71% മാത്രമേ പോളിംഗ് ഉയരാൻ സാധ്യതയുള്ളൂ. അങ്ങനെയെങ്കിൽ ഏറെക്കുറെ ഒരു 4%-ഓ 5%-ന്റെയോ പോളിംഗ് കുറവ് രേഖപ്പെടുത്തുകയാണ്. അതായത് കഴിഞ്ഞ 13 നടന്ന വോട്ടെടുപ്പിൽ വയനാട്ടിലും ചേലക്കരയും കണ്ടതിന് സമാനമായ കാഴ്ച പാലക്കാടും ആവർത്തിച്ചു എന്നതാണ്. രഥോത്സവം എന്ന കാരണം കൊണ്ടാണ് വോട്ടെടുപ്പ് ഇവിടെ നീക്കിവെച്ചത്. പക്ഷേ ആ ഒരു കാരണം കൊണ്ടും ഇവിടെ പോളിംഗ് ശതമാനത്തിൽ വർധനവ് ഉണ്ടായിട്ടില്ല എന്നതാണ് കൽപ്പാത്തി മേഖലകളിലെ കണക്കെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. റൈറ്റ്. എന്തായാലും പോളിംഗ് കുറഞ്ഞതിന്റെ ആശങ്ക അത് പ്രകടമാണ്. 3 മുന്നണികളിലും എങ്ങനെയാണ്